ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനിപ്പോ പോകുന്നു, പക്ഷെ ഞാൻ ഇനിയും വരും. കുഴിച്ചു മൂടപ്പെട്ടത് എന്തായാലും ഉഴുതുമറിച്ച് പുറത്തെടുത്തിട്ടേ ഈ കേസ് ഞാൻ അവസാനിപ്പിക്കും. വിഷ്ണു മകളാ സത്യ. അലമാര തന്നെ വയ്ക്കാം. ഭാമ വീട്ടാവശ്യത്തിന് കാശെടുക്കുന്നത് ഈ അലമാര തുറന്നാണല്ലോ. നോക്കുമ്പോഴേ കാണുന്ന ഭഗവാനെ, വിഷ്ണുവിന്റെ മോളാ സത്യ. ഈ സന്തോഷ വാർത്ത എന്റെ ഭാമ വരുമ്പം തന്നെ അറിയണം. അല്ല, അവളിതെത്ര വൈകുന്നേ? കാണുന്നില്ലല്ലോ. അല്ല, ഭാമേന്തി സത്യാമ്മ പിന്നാലെ വരുന്നുണ്ട്. ആ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എന്തോ പറയാനായി വഴി പിടിച്ച് നിർത്തിയിരിക്കുക. ഞാനിങ്ങി പോന്നു. മറന്നുപോകുന്നതിന് മുമ്പ് ഈ കാര്യം കൈയോട് പറയണം. ഭാമയുടെ സന്തോഷം നേരിട്ട് കാണുകയും ചെയ്യാം. ഈ പ്രസിഡന്റിന് എന്താ അത്ര പറയാനുള്ളത്? ഈ ഭാമയ്ക്ക് പെട്ടെന്ന് വന്നുകൂടി? ഭാമ കൈയോടങ്ങ് പറഞ്ഞേക്കാം. ഭാമേ, വേഗം വാ. എന്താ രാഘവേട്ട? വേഗം ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ, പറയട്ടെ. ഭാമേ, എനിക്ക് നിന്നോടെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയാനുണ്ട്. എന്നാ പിന്നെ പറ, അത് കേക്കട്ടെ. അത് കഴിഞ്ഞിട്ടേ ഞാൻ അകത്തേക്ക് കേറുന്നുള്ളൂ. അത് പിന്നെ നമ്മുടെ വിഷ്ണുവിന്റെ വിഷ്ണുവിന്റെ അച്ഛനും അമ്മയല്ലേ? അതെ സാർ. നിങ്ങളുടെ മകൻ എവിടെ? സാറേ, എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാലേ നിങ്ങളുടെ മകൻ എവിടെ ഉണ്ടെന്ന് പറയൂ. അയ്യോ, അതല്ല സാർ. എന്താണ് കാര്യം എന്നറിയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? എങ്കിൽ കേട്ടോ, അബൂബക്കറിന്റെ മകനെ കാണാതായത് ശാരദ എന്ന സ്ത്രീയുടെ വീട്ടിൽ വെച്ചാണ്. അന്നേ ദിവസം അവിടെ വെച്ചാണ് നൂർജഹാനെ രക്ഷിച്ചു കൊണ്ടുപോകാനായി വിഷ്ണു ശ്രമിക്കുന്നതും പിടിക്കപ്പെടുന്നതും. അന്നത്തെ ആ ദിവസത്തിന് ശേഷം നസീറിനെ ആരും ഇന്നുവരെ ജീവനോടെ കണ്ടിട്ടില്ല. നസീറിനെ കാണാത്തതിൽ ഞങ്ങൾക്ക് സംശയം വിഷ്ണുവിനെയാണ്. അയ്യോ സാറേ, അവൻ അന്നേ ദിവസം അവൻ ആ സമയത്താ അവിടെ ചെല്ലുന്നതേ. അവൻ ഇവിടെ ഇല്ലായിരുന്നു. അവൻ അന്നേ ദിവസം അവിടെ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. പക്ഷെ എനിക്കറിയേണ്ടത് ഇപ്പൊ എവിടെ ഉണ്ടെന്നാണ്. ഇപ്പൊ ഇവിടെ ഇല്ല സാറേ. സാറിന് സംശയം ഉണ്ടെങ്കിൽ കേറി നോക്ക്. സാറേ,
എന്റെ മോൻ ഒരാളെ കൊല്ലാനുള്ള തന്റെയോടും ചങ്കുറപ്പൊന്നുമില്ല. സാർ വെറുതെ അവനെ സംശയിച്ച് സമയം കളയണ്ട. സമയത്തിന്റെ കാര്യത്തിൽ ഞാൻ വലിയ ഗണിശക്കാരനാ. വെറുതെ സമയം കളയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. പിന്നെ എനിക്ക് ഈ വരവൊരു നഷ്ടമായിട്ട് തോന്നിയിട്ടുമില്ല. കാരണം അന്നേ ദിവസം രാത്രിയിൽ നൂർജഹാനെ രക്ഷിക്കാനായി വിഷ്ണു വന്നപ്പോ നസീറിനെ കണ്ടിരിക്കാം. ഒന്നും രണ്ടും പറഞ്ഞ് അത് അടിപിടിയിൽ കലാശിച്ചിരിക്കാം. തർക്കത്തിനിടയിൽ കയ്യിൽ കെട്ടി എന്തെങ്കിലും വെച്ച് വിഷ്ണു നസീറിനെ ആക്രമിച്ചിട്ടുണ്ടാവാം. ഇതെല്ലാം പോസിബിളായ കാര്യങ്ങളാണ്, നടക്കാൻ സാധ്യമായ കാര്യങ്ങൾ. സാധ്യമായത് എന്നല്ല, ഇതാണ് അവിടെ നടന്നിട്ടുള്ളത്. നസീർ ആ വീട്ടിൽ നിന്നും പിന്നീട് പുറത്തു പോയിട്ടില്ല. എനിക്ക് ഉറപ്പുണ്ട്. വിഷ്ണുവിന്റെ ഫോൺ നമ്പർ എന്ന് പറയൂ. എന്താ സാറേ? വിഷ്ണുവിന്റെ ഫോൺ നമ്പർ പറയാൻ. നമ്പർ അതിന് 93 888 5 ആണോ 6 ആണോ? 5. താനെന്താ കളിയാക്കുക? ഇതേതോ റിസോർട്ടിലെ നമ്പറാണല്ലോ. പോലീസിന്റെ അടുത്ത് നമ്പർ ഇറക്കുന്നു. അയ്യോ സാർ, അദ്ദേഹത്തിന് ഒരല്പം ഓർമ്മക്കുറവുണ്ട്. നമ്പർ ഞാൻ പറഞ്ഞുതരാം. 892185 023. ഞാനിപ്പോ പോകുന്നു, പക്ഷെ ഞാൻ ഇനിയും വരും. കുഴിച്ചു മൂടപ്പെട്ടത് എന്തായാലും ഉഴുതു മറിച്ച് പുറത്തെടുത്തിട്ടേ ഈ കേസ് ഞാൻ അവസാനിപ്പിക്കും. ഈശ്വര, ഒരു കാലത്ത് സമാധാനം കിട്ടില്ല എന്ന് വെച്ചാ എന്ത് ചെയ്യാന്?